റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കോൺഗ്രഷണൽ കാൻഡിഡേറ്റായിട്ട് റിപ്പബ്ലിക്കൻ പ്രൈമറിയെ മത്സരിച്ച ആൻഡി ഓഗൽസ്. ഈ ആൻഡി ഓഗൽസ് ട്രംപ് എൻഡോഴ്സ്മെൻറ്റോടുകൂടിയാണ്, ട്രംപിൻ്റെ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നത്. ഐപാക്കിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണ, ഇസ്രായേലിൻ്റെ സമ്പൂർണ്ണമായ പിന്തുണ. ആ മനുഷ്യൻ പ്രൈമറിയിൽ തോറ്റു. ഇപ്പുറത്ത് മിഷിഗണിൽ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മത്സരിക്കുന്നു. പിന്നെ ഐ എം എ സയണിസ്റ്റ്, ഐ എം എ ഡെമോക്രാറ്റ് സയണിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ച ഹാലി ആ ലേഡി കാൻഡിഡേറ്റും ഞാൻ 0% ഐപാക്കാണ്, 0 ഡൊണേഷൻ ഫ്രം ഐപാക്ക് എന്ന് പ്രഖ്യാപിച്ച, ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജിനോസൈഡാണെന്ന് പ്രഖ്യാപിച്ച ഡെമോക്രാറ്റ് കാൻഡിഡേറ്റ് അബ്ദുൽ സയ്യിദും. ഇവർ രണ്ടുപേരും മത്സരിക്കുന്നു. ആര് ജയിക്കുന്നു? അബ്ദുൽ സയ്യിദ്. ഇവിടെ ഡെമോക്രാറ്റ് പ്രൈമറിയിൽ ആൻറ്റി വാർ നിലപാടെടുക്കുന്ന അബ്ദുൽ സയ്യിദ് വിജയിക്കുന്നു. അപ്പുറത്ത് ടെനസസിൽ ഈ പറയുന്ന ആൻറ്റി ഓഗൽസ് അങ്ങനെ പരാജയപ്പെടുന്നത് മാത്രമല്ല, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ആളാണ്, ഇൻക്യുംബൻ്റാണ്. അങ്ങനത്തെ ഒരു വീഡിയോ ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ മൈക്ക് പിടിക്കുന്നുണ്ട്. ഇപ്പം ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വി മസ്റ്റ് കിൽ ദം ഓൾ എന്നാണ് പറയുന്നത്. പച്ചക്ക് അങ്ങനെ പറയുന്ന ആൾ വി മസ്റ്റ് കിൽ ദം ഓൾ എന്ന് പറയാനൊരു മടിയുമില്ലാത്ത അത്രയും കർശനമായ നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ കുപ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്, പ്ലൂറലിസം ഈസ് എ ലൈ എന്നാണ്. ആ രാഷ്ട്രീയ നിലപാടുള്ള ട്രംപിൻ്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കാൻഡിഡേറ്റ് പ്രൈമറിയിൽ തോക്കുന്നു. അയാളുടെ സീറ്റിൽ, അയാൾ ഇപ്പം നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന സീറ്റിൽ തോക്കുന്നു. ഇപ്പുറത്ത് കടുത്ത ഇസ്രായേൽ യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന അബ്ദുൽ സയ്യിദ് വിജയിക്കുന്നു. ഇത് അമേരിക്കൻ പൊളിറ്റിക്സ് എങ്ങോട്ട് പോകുന്നു? ഈ മില്യൺ കണക്കിന് രൂപയാണ് ഈ പറയുന്ന സയ്യിദിൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ആ ലേഡിയുടെ പേര് ഞാൻ മറന്നുപോയി, എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഐപാക്ക് ചെലവഴിച്ചത്. 35 മില്യൺ എന്നാണ് ഔദ്യോഗിക, 60 മില്യൺ വരെ പോയിട്ടുണ്ടെന്നുള്ള ഇതും വരുന്നുണ്ട്. ഇപ്പുറത്ത് ഈ മനുഷ്യൻ നിൽക്കുന്നതാണ് അവരുടെ അങ്ങനത്തെ പോസ്റ്ററുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഈ ISI മുദ്ര എന്നൊക്കെ പറയുന്ന അതിലുള്ള ഒരു സിഗ്നേച്ചറുണ്ട്. 100% ഐപാക്ക് ഫ്രീ എന്നാണ്. അമേരിക്കയിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. ഐപാക്കിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാതിരിക്കുക, ഒരുപക്ഷെ സ്വീകരിക്കാതിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഐപാക്കിൽ നിന്ന് ഞാൻ സംഭാവന സ്വീകരിക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു പ്രചാരണമായതുകൊണ്ട് 100% ഐപാക്ക് ഫ്രീ കാൻഡിഡേറ്റ് എന്നുള്ളതാണ് അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ പോസ്റ്ററുകളൊക്കെ ഉള്ളതാണ്. ഒരു സീലായിട്ടത് പതിച്ചിട്ടുണ്ട്, 100% ഐപാക്ക് ഫ്രീ എന്നാണ്. ആ കാൻഡിഡേറ്റ് വിജയിക്കുന്നു. ഇത് അമേരിക്കൻ പൊളിറ്റിക്സ് അത് എങ്ങോട്ടാണ്? ഇത് മിഷിഗൺ എന്ന് പറയുന്നത് ദാറ്റ്സ് നോട്ട് എ ഡെമോക്രാറ്റ്, അതൊരു സ്വിംഗ് സ്റ്റേറ്റ് ആണ്. ഡെമോക്രാറ്റുകളുടെ എപ്പോഴത്തെ ഒരു ബേസിനൊന്നുമല്ല. അപ്പോൾ അമേരിക്കൻ അത് എങ്ങോട്ടാണ് സ്വിങ് ചെയ്തിരിക്കുന്നത്, ആ പെൻഡുലം എങ്ങോട്ടാണ് നീങ്ങുന്നതിനെക്കുറിച്ചുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു രാഷ്ട്രീയ സൂചനയാണ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കുണ്ട്? നമ്മളണ്ണനുണ്ട്, ട്രംപിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ദാണ്ടെ ഞാൻ അടിക്കാൻ പോകണം, മുഴുവൻ അടിക്കാൻ പോകണം, ചരിത്രത്തിൽ ഇസ്രായേലിനകത്ത് അടിക്കാൻ പോകണം എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്തു? അല്ല, നമ്മളെ സൗദിയിലെ ഫ്രണ്ട്സ്, ഖത്തറിലെ ഫ്രണ്ട്സ്, തുർക്കിയിലെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇപ്പോൾ വേണ്ട, ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞ് ഇതൊന്ന് ഒഴിവാക്കുന്നു. ഇത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേലിൻ്റെ രക്താക്രാന്തത്തിന് വേണ്ടി അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ട്രംപ് നടത്തിയിട്ടുള്ള ഒരു സാഹസമാണ്. ഓർക്കുക, ഫെബ്രുവരി 28 ഈ ആക്രമണം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ സംസാരിച്ചു. നമ്മളതിന് കൊടുത്ത തംബ്ലൈൻ അമേരിക്ക കുഴയാൻ പോകുന്ന യുദ്ധം എന്നാണ്. നമ്മൾ കുഴഞ്ഞിരിക്കുന്നു എന്ന് ഡാൻ കെയ്ൻ പറഞ്ഞതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.